മിസ്കാരേജ് ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ അത് ജനറ്റിക് കോസസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ചില ആൻറ്റിബോഡീസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഓവറിയൻ ക്യാൻസറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഓവറീസ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. വളരെ യങ് ഏജിൽ ഓവറീസ് എല്ലാം എടുക്കേണ്ടി വരുന്ന ചില അപൂർവ സാഹചര്യങ്ങളിൽ. ഹലോ, കണ്ണൂരിൽ നിന്നാണേ. ദിനേശ് ചോദിച്ചോളൂ. ദിനേശ് എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഓക്കെ. പിന്നെ 10 വർഷമായി. അപ്പോ 2 പ്രാവശ്യം അബോർഷനായി. ഓക്കെ. എനിക്ക് 45 വയസ്സായി, വൈഫിന് 40 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. ഇനിയും ഈ 45 വയസ്സായി ഇനി ഒരു പ്രാവശ്യം കൂടി ആവാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? എന്താണ് ഇതിന് ഇനി വേണ്ടേ? ഈ 2 പ്രാവശ്യം അബോർഷൻ ആയത് എത്ര വയസ്സിലാണ്, ഏത് സമയത്തായിരുന്നു ഇത് ഗർഭം ധരിച്ചത്? ഇതിപ്പോ ഫസ്റ്റിലെത്തത് 2 മാസം, പിന്നെ 4 മാസം. അല്ല, വൈഫിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ഈ ഗർഭധാരണം ഉണ്ടായിട്ടുള്ളത്? 33 വയസ്സുള്ളപ്പോൾ. പിന്നെ ലാസ്റ്റ് ടൈം എപ്പോഴാണ് ഉണ്ടായത്? 33 വയസ്സിലാണോ? 35 വയസ്സിലാണ് ലാസ്റ്റ് ഉണ്ടായത്. അപ്പൊ അതിനുശേഷം ഇത്രയും വർഷം പ്രഗ്നൻസി ആവാതിരുന്നതാണോ അതോ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണോ? എന്താണ് കാരണം അറിയില്ല. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് 33 വയസ്സിലപ്പോ നിങ്ങളൊരു IVF ചെയ്തിരുന്നു. ഓക്കെ. IVF ചെയ്തതിന് ശേഷമാണോ മിസ്കാരേജ് ഉണ്ടായത്? ഇപ്പൊ ഞങ്ങൾ 3 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ IVF ചെയ്തു. IVF ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞ് പിന്നെ കുഴപ്പമൊന്നും ഇല്ലാന്ന്. അപ്പൊ 1 മാസം കഴിഞ്ഞപ്പോ അത് ക്ലിയർ ആയില്ല. ഓക്കെ. ഓക്കെ. അല്ല, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നതെന്ന്, മിസ്കാരേജ് ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ അത് ജനറ്റിക് കോസസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ചില ആൻറ്റിബോഡീസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ യൂട്രസിലുള്ള ചില സ്ട്രക്ചറൽ പ്രോബ്ലംസ് കൊണ്ടായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും റെക്കറൻ്റ് ആയിട്ട് മിസ്കാരേജസ് ഉണ്ടാവാം. അപ്പോൾ അതിൽ എന്താണ് കാരണം എന്ന് ആദ്യം നമ്മൾ ഡോക്ടറെ അടുത്ത് കണ്ട് പരിശോധിച്ച് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് 40 വയസ്സ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ജനറ്റിക് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മാത്രമല്ല ഓവറീസിൻ്റെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം കുറഞ്ഞു വരുന്ന സമയമാണ് ഈ 40 വയസ്സാവുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയായാലും ഇപ്പോൾ 33 വയസ്സിന് ശേഷം വേറെ ചികിത്സയൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും പോയിട്ട് എങ്ങനെയാണ് ഓവറീസിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇനി എഗ്ഗ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം. മാത്രമല്ല ഈ റെക്കറൻ്റ് ആയിട്ട് അടിക്കടി മിസ്കാരേജ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്കൊരു ചികിത്സ നിശ്ചയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഈ 40 വയസ്സായ സ്ഥിതിക്ക് ഇനിയും വൈകിക്കാതെ ആ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിനേശ് വിളിച്ചതിന് നന്ദി. മാഡം, ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഗർഭാശയം നീക്കം ചെയ്യേണ്ടെന്ന സാഹചര്യത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ മാഡം ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അണ്ടാശയമൊക്കെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് വിശദമാക്കാമോ? ഇപ്പം ഗർഭാശയം എടുക്കുന്നു എന്ന് വെച്ചിട്ട് അണ്ടാശയം എപ്പോഴും എടുത്തുകൊള്ളണമെന്നില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലോ അല്ലെങ്കിൽ അണ്ടാശയത്തിന് തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഓവറിയൻ ക്യാൻസറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഓവറീസ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രത്യേകിച്ചും എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക്. അപ്പോൾ ഓവറീസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മെനോപോസ് ആകാത്ത ഒരാൾക്ക്, അതായത് മെൻസസ് ആർത്തവ വിരാമം വന്നിട്ടില്ലാത്തൊരു സ്ത്രീക്ക് പെട്ടെന്ന് ഓവറീസ് എടുക്കുമ്പോൾ ആ ഹോർമോൺസിൽ വ്യതിയാനം സംഭവിക്കാം. സാധാരണ ഒരു മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിലേക്ക് സാധാരണഗതിയിൽ ഒരു 50 വയസ്സോടു കൂടിയാണ് സ്ത്രീകൾ സാധാരണ എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് അത് ഗ്രാജുവലായിട്ടായിരിക്കും സംഭവിക്കുക. പക്ഷെ നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുമ്പോൾ സഡൻ ഓൺസെറ്റ് ആയിരിക്കും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സിംറ്റംസ് ചിലപ്പം ചില ആളുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അവർക്ക് അത് ഹോട്ട് ഫ്ലഷസ് അങ്ങനെയുള്ള ഹോർമോൺ കുറഞ്ഞുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ പ്രോമിനൻ്റ് ആയിട്ട് അവർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ചില പേഷ്യൻസിന് ആ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കാൻ സാധിക്കും. അവർക്ക് അത് കൊടുക്കാൻ അത് കൊടുക്കാതിരിക്കാൻ അതിന് വല്ല കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ
നമുക്കത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ പ്രാവശ്യവും നമ്മൾ യൂട്രസ് എടുക്കുന്നു എന്ന് വെച്ച് എപ്പോഴും നമ്മൾ ഓവറി റിമൂവ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഓവറി റിമൂവ് ചെയ്യാത്ത കേസിലാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും സാധാരണ ആർക്കും അനുഭവപ്പെടാറില്ല. അതായത് ഓവറി റിമൂവ് ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളിലും എല്ലാ പേഷ്യൻസിനും ഹോർമോൺ തെറാപ്പിയുടെ ആവശ്യമില്ല. എല്ലാ പേഷ്യൻസിനും ആവശ്യം വരാറില്ല. ഇങ്ങനെയുള്ള സിംറ്റംസ് ധാരാളമായിട്ട് തോന്നുന്ന പേഷ്യൻസിനാണ് സാധാരണമായിട്ട് നമ്മളത് കൊടുക്കാറുള്ളത്. പ്രത്യേകിച്ചും വളരെ യങ് ഏജിൽ ഓവറീസ് എല്ലാം എടുക്കേണ്ടി വരുന്ന ചില അപൂർവ സാഹചര്യങ്ങളിൽ, ഫോർ എക്സാമ്പിൾ 38-37 വയസ്സിൽ ഓവറീസ് എടുക്കേണ്ട സാഹചര്യം അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്ക് കോൺട്രാഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഏജ് ഓഫ് മെനോപോസ് വരെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതും ഈ പറഞ്ഞ പോലെ പേഷ്യൻറ്റിൻ്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് അപകടം വരുമ്പോൾ മാത്രമാണോ അത്തരം ഒരു തീരുമാനത്തിലേക്കും പോകുന്നത്? ഇതിൽ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത്, നമ്മുടെ ബോണിൻ്റെ ഹെൽത്ത് അതെല്ലാം നോക്കുന്നത്. അപ്പോൾ ഈസ്ട്രജൻ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് പ്രോബ്ലംസ്, ബോൺ ഹെൽത്ത് അതൊക്കെ ലോങ് ടേം ആയിട്ട് പ്രോബ്ലംസ് വരാം. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കുന്നത്. അത് യങ്ങർ ഏജിൽ കൊടുക്കുമ്പോൾ ആ ഒരു ഉദ്ദേശം 45 വയസ്സ് വരെയോ അല്ലെങ്കിൽ അവരുടെ ഒരു നോർമൽ ഏജ് ഓഫ് മെനോപോസ് വരെയോ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ലേറ്റർ ഇപ്പോൾ 48-50 വയസ്സുള്ള ഒരാൾക്ക് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കുമ്പോൾ മെയിൻലി നമ്മൾ അവരുടെ സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹോട്ട് ഫ്ലഷസ്, അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വരെ അവരെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രീതിയിൽ, അവരുടെ നോർമൽ ആക്ടിവിറ്റീസിന് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രീതിയിൽ ഹോട്ട് ഫ്ലഷസും കാര്യങ്ങളും വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും കൊടുക്കേണ്ടി വരാറുള്ളത്.